മുരാരി ബാബു ആള് ചില്ലറക്കാരനല്ല. മുരാരി ബാബു മുൻപ് സേവനം അനുഷ്ഠിച്ച, അങ്ങനെയാണല്ലോ നമ്മൾ പറയേണ്ടത്, മുമ്പ് പ്രവർത്തിച്ച ക്ഷേത്രങ്ങളിലൊക്കെ സമാനമായി തന്നെ ചില ഉടായ്പകൾ കാണിച്ചിട്ടുണ്ട്. ശബരിമലയ്ക്ക് പിന്നാലെ ചെട്ടിക്കുളങ്ങരയിലും സ്വർണ്ണ കവർച്ചയെന്ന് പരാതി. ചെട്ടിക്കുളങ്ങര അമ്മയുടെ ജീവിതയിലെ പുരാതനമായ തിരുവാഭരണം നഷ്ടമായതായാണ് ആക്ഷേപവും പരാതിയും ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. മുരാരി ബാബു ചുമതല വഹിച്ചപ്പോഴാണ് തട്ടിപ്പ് നടന്നതെന്നും ആക്ഷേപമുണ്ട്. ജീവിതയും തിരുവാഭരണവും പുതുക്കാൻ എന്ന പേരിൽ ഉരുക്കിയതായാണ് ദേവസ്വത്തിന്റെ വിശദീകരണം. എന്നാൽ ഉരുക്കിയത് പുരാതനമായ ആഭരണം മാറ്റിയ ശേഷമെന്ന പരാതിയുമായി ക്ഷേത്ര ഭരണസമിതിയും രംഗത്ത് വന്നിട്ടുണ്ട്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, പറയൂ. ശ്യാം, ഇത് ചെട്ടികുളങ്ങര ക്ഷേത്രം നമുക്കറിയാം. ശബരിമല കഴിഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഏറ്റവും കൂടുതൽ വരുമാനവും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഭക്തരുമുള്ള ഒരു ക്ഷേത്രമാണ് ചെട്ടികുളങ്ങര ദേവീക്ഷേത്രം. ഇവിടുത്തെ അമൂല്യമായ പുരാതനമായ തിരുവാഭരണമാണ്. അത് ജീവതയിൽ ചാർത്തുന്നതാണ്. കായംകുളം രാജാവ് കൊടുത്തിരുന്നതാണ് എന്നതാണ് ചരിത്രം. ആ തിരുവാഭരണമാണ് ഉരുക്കിയതായി ദേവസ്വം ബോർഡ് തന്നെ സമ്മതിക്കുന്നുണ്ട്. അത് പക്ഷേ തന്ത്രിയുടെ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ മാത്രമാണ് തന്ത്രി അനുമതി നൽകിയിരുന്നത്. എന്നാൽ ഒരു ഭക്തരുടെ പ്രതിനിധികളെ പോലും കൂട്ടാതെ അത് ഉരുക്കി മാറ്റുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. ഇതിന് മുരാരി ബാബുവിൻ്റെയും ഒത്താശയുള്ളതായി സംശയിക്കുന്നു. എന്നാൽ അന്ന് ചുമതലയിലുണ്ടായിരുന്നത് മുരാരി ബാബു അല്ല എന്നതാണ് സ്ഥിരീകരണം. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഒരു ഭരണസമിതിയുണ്ട്. ആ ഭരണസമിതിയെ പൂർണ്ണമായും ഒഴിവാക്കി നിർത്തിക്കൊണ്ട്, അത് അന്ന് ഹൈക്കോടതിയിൽ ഒരു കേസുണ്ടായിരുന്നു. ഉപദേശക സമിതി, ഇത് ഇവിടുത്തെ ക്ഷേത്രകാര്യങ്ങളിൽ ഉപദേശക സമിതി വേണോ അതേ ഹൈന്ദവ കരയോഗങ്ങളുടെ പ്രതിനിധികളാണോ വേണ്ടത് എന്ന ഒരു തർക്കം നിലനിന്നിരുന്ന സമയത്ത് ഈ ഇവിടുത്തെ ക്ഷേത്ര ഭരണസമിതി, അതായത് ഹൈന്ദവ സമിതിയെ പൂർണ്ണമായും ഒഴിവാക്കി നിർത്തിക്കൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രക്രിയ നടന്നത്. നേരത്തെ ഇത്തരം ആവശ്യം ഉന്നയിച്ചപ്പോഴൊക്കെയും ഇവിടുത്തെ ഭരണസമിതി അതിനെ എതിർത്തിട്ടുള്ളതായിരുന്നു. എന്നാൽ ഈ ഒരു തക്കം പാർത്ത് വളരെ ആസൂത്രിതമായി അത് കൊണ്ടുപോയി ഉരുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 300 വർഷത്തിലധികം പഴക്കമുള്ള അമൂല്യമായി കരുതുന്ന ഈ ആ തിരുവാഭരണം ഉരുക്കേണ്ടതായ ഒരു ആവശ്യകതയും അന്ന് ഉണ്ടായിരുന്നില്ല എന്നതാണ് ഭക്തർ ഓരോരുത്തരും പറയുന്നത്. ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. ഇത് ഹരിപ്പാട്ട് എത്തിച്ചാണ് ഇത് ഉരുക്കുന്നത്. അതിൻ്റെ വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ ഒരു വിശദീകരണം. എന്നാൽ അവിടെ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി അതാണ് ഉരുക്കിയതെന്ന സംശയമാണ് ഇപ്പോൾ ഊർജിതമാകുന്നത്. കാരണം ഇല്ലെങ്കിൽ ഒരു കാരണവും ഇല്ലാതെ ഇത് ഉരുക്കേണ്ട കാര്യമില്ല. അതും അടിച്ചു മാറ്റുക എന്ന ഒറ്റ ഉദ്ദേശ ലക്ഷ്യത്തോടെ ആയിരുന്നു ഇത് കൊണ്ടുപോയത് എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഭക്തർ ഉന്നയിക്കുന്നത്. വിവിധ കരകളിൽ നിന്നും അത്തരത്തിൽ പ്രമേയങ്ങളൊക്കെ തന്നെ പാസ്സായിട്ടുണ്ട്. ഭക്തർ സ്വതന്ത്രമായും പരാതി നൽകിയിട്ടുണ്ട്. ഇനിയും തുടർ നടപടി എങ്ങനെയെന്നത് നോക്കിക്കാണേണ്ടതാണ്. എന്തു തന്നെയായാലും വലിയ ആസൂത്രിതമായ ഒരു കൊള്ള ചെട്ടികുളങ്ങര ക്ഷേത്രം കേന്ദ്രീകരിച്ചും ദേവസ്വം ബോർഡ് നടത്തിയിട്ടുണ്ട് എന്ന കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശ്യാം.